ഹലോ വെൽക്കം ബാക്ക് ടു എഡ്യൂവിയോ മലയാളം. നമ്മളിന്ന് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനിലായിട്ട് ഫസ്റ്റ് മൊഡ്യൂളാണ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. അത് എക്സാമിന്റെ തലേന്നൊക്കെ ആയിട്ട് പഠിക്കാനുള്ള രീതിയിലായിട്ടുള്ള ഒരു ചെറിയൊരു നോട്ടായിട്ടാണ് ഇവിടെ നോക്കിയിട്ടുള്ളത്. Introduction. The cooperative movement has developed into a large and widespread system covering various sectors like agriculture, banking, credit marketing, housing, transport, and small-scale industries to play a significant role in the economic and social development of a country. However, many cooperative faces problems such as lack of professional management, poor member participation, lack of awareness and unity. Therefore, efficient cooperative management is essential to ensure success, sustainability and growth. അതായത് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രൊഫഷണൽ മാനേജ്മെന്റ്, അതേപോലെ തന്നെ മെമ്പറിന്റെ പാർട്ടിസിപ്പേഷൻ ഭയങ്കരമായിട്ട് പൂറായിരിക്കും, അവയർനെസ് ഇല്ല, ഒരു യൂണിറ്റ് ഇല്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് കോപ്പറേറ്റീവ്സ്. പിന്നെ നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് സക്സസ് ആവാനും സസ്റ്റൈനബിൾ ആവാനൊക്കെ തുടങ്ങി. ദെൻ കോപ്പറേഷൻ ഫോം ചെയ്ത്. കോപ്പറേഷൻ മീൻസ് വർക്കിംഗ്, ലിവിങ് ആൻഡ് തിങ്കിങ് ടുഗദർ ഫോർ അച്ചീവിങ് എ കോമൺ ഒബ്ജക്റ്റീവ്സ്. അതായത് കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേപോലെ ചിന്തിക്കുക, ഒരേപോലെ ലീവ് ചെയ്യുക, വർക്ക് ചെയ്യുക, അതിനെയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. Cooperation is not a new concept. It is existed even in early human society. The cooperative movement is only an organized and formal expression of cooperation. അതായത് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂ കോൺസെപ്റ്റ് ഒന്നല്ല, പണ്ട് തൊട്ടേ ഹ്യൂമൻ സൊസൈറ്റിയിൽ കണ്ടുവരുന്നതാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റ് എന്തൊക്കെയാണ് നോക്കാം. Cooperative management refers to the process of managing the activities and resources of a cooperative societies in order to achieve its objectives efficiently. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന റിസോഴ്സുകളെയും അവിടുത്തെ ആക്ടിവിറ്റീസിനെയും മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയും കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവർ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് formed for common economic interest, owned and controlled by members, managed by democratically. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. അതേപോലെ അവർക്ക് ഒരു കോമൺ എക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ അവർക്ക് മെമ്പേഴ്സ് തന്നെയാണ്. ദെൻ മാനേജ്ഡ് ഡെമോക്രാറ്റിക്കലാണ് അത് മാനേജ് ചെയ്യുന്നത്. ദെൻ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് നോക്കാം. To provide service to members, to improve economic conditions of members, to ensure social welfare, to maintain democratic functioning. ഒരു കോപ്പറേറ്റീവ് മാനേജ്മെന്റ് അവിടുത്തെ മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതേപോലത്തെ അവിടുത്തെ മെമ്പേഴ്സിന്റെ കണ്ടീഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നു, സോഷ്യൽ വെൽഫെയറിനാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു അവിടുത്തെ ഡെമോക്രാറ്റിക് ഫങ്ഷൻസ് ഒക്കെ. കോപ്പറേറ്റീവിന്റെ കുറച്ച് ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ വായിച്ചു നോക്കാം. എച്ച് കാൽബർട്ടിന്റെയും അതേപോലെ തന്നെ ഹെർവിക്കിന്റെയും ദെൻ കുറേസ് ബ്ലാങ്കറ്റിന്റെയും ചെറിയ കുറച്ച് ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കോപ്പറേഷൻ? കോപ്പറേഷൻ ഹാസ് സം യൂണിക് ഫീച്ചേഴ്സ് which distinguish it from business organization. Voluntary membership, any person can join or leave freely. Democratic management, one member has one vote. Service motive, primary aim is service, not profit. Equality, all members are equal. Mutual help, members support each other. Limited return on capital, profit is not the main objective. Open membership and no discrimination. ഇതൊക്കെയാണ് കോപ്പറേഷന്റെ നേച്ചർ എന്ന് പറയുന്നത്. അതായത് ഓപ്പൺ മെമ്പർഷിപ്പ് ആയിരിക്കും, ലിമിറ്റഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ആയിരിക്കും, പരസ്പരം മ്യൂച്വൽ ഹെൽപ്പ് ഉണ്ടായിരിക്കും, എല്ലാ മെമ്പേഴ്സും ഈക്വൽ ആണ്, ഈക്വാലിറ്റി ഉണ്ടായിരിക്കും. പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് നോട്ട് പ്രോഫിറ്റ് അല്ല, സർവീസ് ആണ്. അതേപോലെ തന്നെ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആയിരിക്കും, ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട് ആയിരിക്കും, വോളണ്ടറി മെമ്പർഷിപ്പ് ആയിരിക്കും. ഇതൊക്കെയാണ് കോപ്പറേഷന്റെ നേച്ചർ ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കോപ്പറേഷന്റെ യൂണിക്നെസ് നോക്കാം. സെൽഫ് ഹെൽപ്പും അതേപോലെ തന്നെ മ്യൂച്വൽ ഹെൽപ്പ് ഉണ്ടായിരിക്കും. എലിമിനേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മിഡിൽമെൻ, അതേപോലെ തന്നെ ഇക്കണോമിക് ഈക്വാലിറ്റി എൻഷുർ ചെയ്യും. ഡെമോക്രസിക്കും സോഷ്യൽ ജസ്റ്റിസിനും ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കും. അതേപോലെ തന്നെ എല്ലാ വർക്കേഴ്സിനും ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് ചെയ്യും. എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ്സിന്റെ പ്രോബ്ലംസ് നോക്കാം. Despite their importance, cooperatives face many challenges. Lack of professional management,
അതായത് പ്രൊഫഷണൽ മാനേജ്മെന്റ് കുറയായിരിക്കും, പുവർ പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പേഴ്സ്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്, വീക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്, ഇൻഎഫിഷ്യൻസി ആൻഡ് മിസ്മാനേജ്മെന്റ്. അതായത് എഡ്യൂക്കേഷൻസും അവയർനെസ് കളിക്ക് കുറവായിരിക്കും, അതേപോലെ തന്നെ അവിടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര വീക്ക് ആയിരിക്കും, അതേപോലെ തന്നെ ലാക്ക് ഓഫ് പ്രൊഫഷണൽ മാനേജ്മെന്റ്, ഇൻഎഫിഷ്യൻസി ആയിരിക്കും മാനേജ്മെന്റിലൊക്കെ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ്സിന്റെ വീക്ക് എന്ന് പറയാൻ കാരണം. ഓക്കെ, എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഫങ്ഷൻസ് നോക്കുക. നോർമലി എല്ലാ മാനേജ്മെന്റ് ഫങ്ഷൻസും പോലെ തന്നെ പ്ലാനിംഗ് ഉണ്ട്, ഡിസൈഡിങ് ഫ്യൂച്ചർ ഗോൾസ്, ഫോർമുലേറ്റിംഗ് പോളിസീസ്, സെലക്ടിംഗ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. പ്ലാനിംഗ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു പ്രിപ്പയർ ഫോർ ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ്. അടുത്തതായി ഓർഗനൈസിംഗ്, ഡിവൈഡിംഗ് വർക്ക് ഇൻ ടു ടാസ്ക്, അസൈനിങ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ക്രിയേറ്റിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസിംഗ് എൻഷുവേഴ്സ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. അടുത്തത് ഡയറക്റ്റിംഗ്, ഗൈഡിംഗ് എംപ്ലോയീസ്, പ്രൊവൈഡിംഗ് ലീഡർഷിപ്പ്, മോട്ടിവേറ്റിംഗ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ്, ensuring effective communication. Directing ensures proper execution of plans. അടുത്തത് കൺട്രോളിംഗ്, മെഷറിംഗ് പെർഫോമൻസ്, കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. കൺട്രോളിംഗ് ensures that activities are in line with the plans. നോർമൽ എല്ലാ മാനേജ്മെന്റ് ഫംഗ്ഷൻ പോലെ തന്നെ കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ എന്താണ് റോൾ ഓഫ് മാനേജ്മെന്റ് ഇൻ കോപ്പറേറ്റീവ്സ്? Management plays a vital role in the success of cooperatives. Policy formulation and implementation, decision making, providing efficient service to members. അതായത് പോളിസി ഫോർമുലേഷനും ഇംപ്ലിമെന്റേഷനും ഹെൽപ്പ് ചെയ്യുന്നു നല്ല രീതിയിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ. അതേപോലെ തന്നെ എഫിഷ്യന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, എൻഷുറിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എ കോപ്പറേറ്റീവ് മസ്റ്റ് സക്സീഡ് ആസ് എ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്? മെമ്പേഴ്സ് ആർ ഓണേഴ്സ് ആസ് വെൽ ആസ് കസ്റ്റമേഴ്സ്. മെമ്പേഴ്സ് ഓണേഴ്സ് അല്ല, നോർമലി കസ്റ്റമേഴ്സ് പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യാം. എംഫസിസ് ഓൺ സർവീസ് റാദർ ദാൻ പ്രോഫിറ്റ്. പ്രോഫിറ്റിനേക്കാൾ അവിടെ സർവീസിനാണ് ഇമ്പോർട്ടൻസ്. ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് വേസ്റ്റും പാർട്ടിസിപ്പേഷന്റെ ബേസിൽ അവരുടെ സർപ്ലസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെ റിസോഴ്സസ് ആണ് നമ്മൾ മാനേജ്മെന്റ് കോപ്പറേറ്റീവിൽ യൂസ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ റിസോഴ്സസ്, അതായത് പീപ്പിൾ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ്. ഇൻക്ലൂഡ്സ് എംപ്ലോയീസ് ആൻഡ് മെമ്പേഴ്സ്, റിക്വയർസ് ട്രെയിനിങ്, മോട്ടിവേഷൻ ആൻഡ് കോർഡിനേഷൻ. അടുത്തതായി ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്, അതായത് ക്യാപിറ്റൽ, ഫണ്ട്സ് കോൺട്രിബ്യൂട്ടഡ് ബൈ മെമ്പേഴ്സ്, ലോൺസ് ആൻഡ് റിസർവ്സ്, റിക്വയർസ് പ്രോപ്പർ അലോക്കേഷൻ ആൻഡ് കൺട്രോൾ. ദെൻ ഫിസിക്കൽ റിസോഴ്സസ്, അതായത് ഫെസിലിറ്റീസ്, ബിൽഡിംഗ്, മെഷീനറി, എക്യുപ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കലിൽ വരിക. ദെൻ ഡെമോക്രസിയാണ്, എങ്ങനെയാണ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിന് ഡെമോക്രസി വരുന്നത് നോക്കാം. Democracy is a system where people participate in decision making either directly or through representatives. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി പീപ്പിൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയാം. അതായത് രണ്ട് തരത്തിലാണ് ഡെമോക്രസി വരുന്നത്. ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, പീപ്പിൾ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ ആണ് ഡയറക്റ്റ് ഡെമോക്രസി. ദെൻ ചെറിയ ചെറിയ ഗ്രൂപ്പ്സുകളായിട്ടുള്ള കോപ്പറേറ്റീവ്സിലാണ് ഇത് സക്സസ് ആകാം. അടുത്തതാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. പീപ്പിൾ എലക്ട് റെപ്രസെന്റേറ്റീവ്സ് സ്യൂട്ടബിൾ ഫോർ ലാർജ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ. അതായത് പീപ്പിൾസ് ആണ് നമുക്ക് റെപ്രസെന്റേറ്റീവിനെ എലക്ട് ചെയ്യാൻ. നമ്മൾ ഇന്ത്യയിലൊക്കെ ഉള്ള പോലെ പ്രസിഡന്റിനൊക്കെ സെലക്ട് ചെയ്യുന്ന പോലെ ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ദെൻ ഡെമോക്രസി ഇൻ കോപ്പറേറ്റീവ്സ് നോക്കാം എങ്ങനെയാണെന്ന്. ബേസ്ഡ് ഓൺ വൺ മെമ്പർ വൺ വോട്ട്, ഒരു മെമ്പർക്ക് ഒരു വോട്ട് എന്നുള്ള നിലയിലാണ് ഇവിടുത്തെ വോട്ടിങ്ങും. മെമ്പേഴ്സ് സെലക്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടർ മെമ്പേഴ്സ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യാം. ദെൻ ഡിസിഷൻസ് ആർ ടേക്കൻ കളക്റ്റീവ്ലി, കമ്പൈൻസ് ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഡിസിഷൻസ് ഒക്കെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എടുക്കാറുള്ളത്. ദെൻ ഡിസിഷൻ മേക്കിംഗ് ഇൻ കോപ്പറേറ്റീവ്സ്, എങ്ങനെയാണ് കോപ്പറേറ്റീവ്സിന് ഡിസിഷൻ മേക്കിംഗ് എടുക്കുക. Then steps in decision making process ഏതൊക്കെ രീതിയിലാണ് നോക്കാം. ഒന്ന് ഐഡന്റിഫൈ ദ പ്രോബ്ലം, അതിനുശേഷം ഐഡന്റിഫൈ ദ ഓൾട്ടർനേറ്റീവ്സ്, കളക്ട് ആൻഡ് അനലൈസ് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക, അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക. ദെൻ ഇംപ്ലിമെന്റ് ദ ഡിസിഷൻ, ദെൻ അത് ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ ഗുഡ് ഡിസിഷൻസ് റിക്വയർ ചെയ്യാം, ആക്യുറേറ്റ് ഇൻഫോർമേഷൻസ്, ദെൻ പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. ഇതാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ്. പിന്നെ അടുത്തതായി സ്ട്രക്ചർ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ എന്തൊക്കെയാണ് ഡിസിഷൻ മേക്കിങ്ങിന് വരുന്ന സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് ആണ് ജനറൽ ബോഡി, സുപ്രീം അതോറിറ്റി ആണ്. അവിടെ തന്നെ ഇൻക്ലൂഡ് ഓൾ മെമ്പേഴ്സ്, ടേക്ക് മേജർ ഡിസിഷൻസ് ഒക്കെ അവിടെയാണ് എടുക്കുക. രണ്ടാമത്തേതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്.
മെമ്പേഴ്സ് ആണ് അത് എലക്ട് ചെയ്യുന്നത്. പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്യാം, മാനേജ്മെന്റ് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഉത്തരവാദിത്തം. അടുത്തതായി മാനേജ്മെന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ഹാൻഡിൽസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് ആൻഡ് കമ്മിറ്റീസ് ഫോംഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് അസിസ്റ്റന്റ് ഡിസിഷൻ മേക്കിങ്ങിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കമ്മിറ്റീസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ജനറൽ മീറ്റിംഗ്സ് നോക്കാം. ഫസ്റ്റ് ആണ് ഇനാഗുറൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്, അതായത് ഫസ്റ്റ് ആണ് നടത്തുന്ന മീറ്റിംഗ് ആണ് ഇനാഗുറൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കോപ്പറേറ്റീവ്സും അതേപോലെ അപ്രൂവലോ ലോസ് ഒക്കെ അപ്രൂവൽ ആയാലൊക്കെ നടത്തുന്നതാണ് ഇനാഗുറൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാലും. അടുത്തതായി ആനുവൽ ജനറൽ മീറ്റിംഗ് AGM ഹെൽഡ് ഇൻ എവറി ഇയർ, ഓരോ വർഷം നടത്തി പോകുന്നതാണ്. അപ്രൂവ്സ് അക്കൗണ്ട് ആൻഡ് പ്ലാൻസ്, എലക്ട് ബോർഡ് മെമ്പേഴ്സിനൊക്കെ എലക്ട് ചെയ്യാനും അതേപോലെ തന്നെ അക്കൗണ്ട്സും പ്ലാൻസ് ഒക്കെ അപ്രൂവ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തുക. അത് പിന്നെ അടുത്തതാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് EGM ഹെൽഡ് ഫോർ അർജന്റ് മാറ്റേഴ്സും ദെൻ എക്സാമ്പിൾ അമെൻമെന്റ് ബൈ ലോസും, അതായത് അർജന്റ് ആയിട്ട് നടത്തുന്ന ജനറൽ മീറ്റിങ്ങിനെയാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയാം. അതായത് ലോസ് ഒക്കെ അമെൻമെന്റ് ഒക്കെ വരുത്താറുണ്ടെങ്കിൽ അതാണ് എക്സാമ്പിൾ ആയിട്ട് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗിലുള്ളത്. ദെൻ അടുത്തത് സ്പെഷ്യൽ ജനറൽ മീറ്റിംഗ് ആണ്, കോൾഡ് വെനെവർ നെസസറി. അതും അതേപോലെ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നടത്തുന്നതാണ് സ്പെഷ്യൽ ജനറൽ മീറ്റിംഗ്. അടുത്തതാണ് കണ്ടീഷൻസ് ഫോർ വാലിഡ് മീറ്റിംഗ്. മീറ്റിംഗ് നടത്താനുള്ള കണ്ടീഷൻസ് നോക്കാം. പ്രോപ്പർ നോട്ടീസ് മസ്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം കൊടുക്കണം, അതിനുശേഷം അജണ്ട കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ ഫോറം മസ്റ്റ് ബി പ്രസന്റ്, ഡിസിഷൻ മസ്റ്റ് ഫോളോ റൂൾസ് ആൻഡ് ബൈലോസ്. ഓക്കെ, നമ്മൾ കോപ്പറേറ്റീവ് മാനേജ്മെന്റിനെയാണ് നോക്കിയത്. കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഒരു ഡെമോക്രാറ്റിക് ആണ്, സർവീസ് ഓറിയന്റഡ് ആണ്, അതേപോലെ തന്നെ മെമ്പർ സെന്റേഡ് ആണ്. അത് എക്കണോമിക് ഡെവലപ്മെന്റ് അതേപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ്, ഈക്വാലിറ്റി അതൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. Then efficient management, active participation, proper decision making are the essential for the success and sustainability of cooperatives. Okay, ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ടോപ്പിക്സുകളുടെ ഒരു ഷോർട്ട് ഫോം ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പം എക്സാമിന് തലേന്ന് പഠിക്കുന്നവർക്കൊക്കെ ചെറുതായിട്ടൊരു ഉപകാരമായിരിക്കും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.